നമ്മുടെ സ്വന്തം തിരുച്ചിട്ടപ്പാറ. കുട്ടിക്കാലം മുതലേ നമുക്ക് നമ്മുടെ ഈ നാടിന്റെ തലയെടുപ്പോട് കൂടി നിന്ന നമ്മുടെ തിരുച്ചിട്ടപ്പാറ, മീശപ്പുലിമലയും അല്ലെങ്കിൽ എന്താ പറയാം കാളിമല എല്ലാം അതുപോലെയുള്ള വലിയൊരു പാറയായിരുന്നു. നെടുമങ്ങാടിന്റെ എവിടെ ഏത് ഭാഗത്ത് പോയാലും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ നമുക്ക് നേരെയുള്ള വഴി ഇതാണ്. വേങ്കിവിള ഇറങ്ങിയിട്ട് പ്ലാവറ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചിട്ട ക്ഷേത്രം വഴിയുള്ള വഴിയാണ്. പക്ഷേ ഈ വഴി നമുക്ക് പോകുമ്പോൾ മേളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ആഞ്ജനേയ ക്ഷേത്രമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചിട്ട പാറയിൽ ഇതുവഴി പോകുമ്പോൾ കാണുന്ന ഈ ഫ്രണ്ട് വഴി പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത് വളരെ മനോഹരമാണ്. ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ആ കാഴ്ചകളുടെ ദൃശ്യം വളരെയേറെ ഹൃദ്യമാണ് നമുക്ക് മനസ്സിന്. നമ്മൾ എത്രത്തോളം ഉയരം കയറും തോറും ആ ക്ഷീണം എല്ലാം മാറ്റാൻ വേണ്ടി നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്നത് വളരെ വിശാലമായ നെടുമങ്ങാടിന്റെ വൃഷ്ടിപ്രദേശം ഫുള്ളായി ഇവിടെ നിന്ന് കാണാമായിരുന്നു. അത്ര തരത്തിലൊരു സെറ്റപ്പ് ആയിരുന്നു ആ ഒരു യാത്ര അന്നത്തെ കാലം. എന്തുകൊണ്ടോ നമുക്കിപ്പോൾ ഇതുവഴി താന്നിമൂട് വഴിയാണ് പോകുന്നത്. തിരിച്ചിട്ട് ക്ഷേത്രവുമായി ബന്ധമുള്ളതാണ് പാറ. കാലങ്ങളിൽ തിരിച്ചിട്ടപ്പാറയിൽ പോയിട്ടാണ് ആൾക്കാർ ഇവിടെ തിരിച്ചിട്ടപ്പാറയിൽ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം തിരിച്ചിട്ടപ്പാറയിൽ പോകും. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ആ ഹനുമാൻ ജയന്തിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. സ്വാമിയുടെ വിഷയങ്ങളൊക്കെ വേറെ മാറ്റി നിർത്തിയാലും വളരെ ഭക്തിസാന്ദ്രം ഒരു അന്തരീക്ഷമാണ് അല്ലേ അവിടെ. ഈ പാറയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. പാറയുടെ മുകളിൽ ശിവക്ഷേത്രം. അപ്പൊ ഈ പാറ അതായത് താഴെ ഇപ്പൊ നമ്മളിരിക്കുന്ന ശിവക്ഷേത്രം ഇത് സ്വയംഭൂവായ ക്ഷേത്രമാണ്. ഇതിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരുന്നതെന്നാണ് പറയുന്നത്. പാറയുടെ മുകളിൽ. അപ്പം അവിടെ ഒരു അമ്മ പതിവായിട്ട് ഇതിന്റെ മുകളിൽ പൂക്കാനും തളിക്കാനും ഒക്കെ ആയിട്ട് കയറുമായിരുന്നു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് വന്നപ്പം ഈ അവരൊരു വിളക്ക് കത്തിച്ച് വയ്ക്കും അവിടെ. കാരണം അവിടെ ഒരു അടയാളമുണ്ട്. ഈ ശിവലിംഗം പിഴുതെടുത്തതായിട്ടും കയറ് വരഞ്ഞതായിട്ടൊക്കെ ഒരു പാടുണ്ട് എൻ്റെ തെളിവ്. അങ്ങനെ അവരവിടെ പോയി എന്നും ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കും, ഒരു അന്തിത്തിരി കത്തിച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പരിഹസിക്കാറുണ്ട് അവരെ ഇങ്ങനെ ഈ ആക്ഷേപിക്കാറുണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കാതെ എന്നും അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞ് എനിക്ക് വയസ്സായപ്പോൾ നരകളൊക്കെ ബാധിച്ച് കാലുകൾക്ക് വാറമൊക്കെ വന്നങ്ങനെ വയസ്സായി അതിൻ്റെ മണ്ടയിൽ ഇനി കയറാൻ വയ്യ. ഈ ഭഗവാൻ താഴെ വന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങി പോയായിരുന്നു. അന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ഈ പണവളയണിഞ്ഞ് ചുടല ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ ഒരാൾ ഒന്ന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഭവതി തൻ്റെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നു. ഇനി ഇവിടെ വെച്ച് ഈ എന്താ പറഞ്ഞവർക്കൊരു ഇത് കിട്ടി, ഒരു ശകുനം കിട്ടി. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ ക്ഷേത്രം താഴെ ഇനി അല്ല വേറൊരു ഐതിഹ്യം പറയുന്നതെന്ന് പറഞ്ഞത് ഈ രാമരാവണ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ നമ്മള് സീതയെ തട്ടിക്കൊണ്ടുപോയല്ലോ, തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ചന്ദ്രഹാസം എന്ന് പറയുന്ന വാളെടുത്ത് ജടായു പക്ഷിയാണ് പോയി ചെറുത്തത്. ജടായു പക്ഷി പോയി വഴിക്ക് വെച്ച് ചെറുക്കി എവിടെയാണ് കൊണ്ടുപോകണം, തട്ടിക്കൊണ്ട് പോവുകയല്ലേ. അദ്ദേഹം വാളെടുത്ത് വെട്ടി അതിൻ്റെ സ്ഥിരസെറ്റ് വീണ് അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ അതിൻ്റെ ജ്യേഷ്ഠനായ സംഭാനി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. അയാളെ ഓടി വിളിച്ച പക്ഷിയുടെ സ്നേഹമാണ്. എവിടെയാണ് എന്നെ വേദന കൊണ്ട് പിടയുമ്പോഴും സീതത്തമ്പുരാട്ടി എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയാണ് ലങ്കയിലാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ലങ്കയിലേക്ക് പോകണമെങ്കിൽ ഒരു അണ കെട്ടണം. ഇവിടെ നിന്ന് അണ കെട്ടണം. അണ കെട്ടാൻ വേണ്ടി എല്ലാം പ്രകൃതിയും വൃക്ഷവും എല്ലാം ഒരു സഹായിച്ചെന്നാണ് പറയുന്നത്. അണ്ണാൻ കുഞ്ഞും ഒരു കല്ലെടുത്തോണ്ട് പോയി അതാണ് അണ്ണാന്റെ പുറത്ത് ഇങ്ങനെ വര വന്നെന്നൊക്കെ പറയും. നമ്മൾ പറയുമല്ലോ. അങ്ങനെ കൊണ്ടുപോണ വഴിക്ക് ഈ നമ്മളെ ഈ വാനരപ്പടയുടെ രാജാവ് ഹനുമാൻ ഈ തിരുച്ചിട്ടപ്പാറയുടെ മുകളിൽ ഇപ്പോഴും ഹനുമാൻ ക്ഷേത്രമല്ല, ഈ കുരങ്ങന്റെ വാസസ്ഥലം ഉണ്ടോ. അപ്പൊ വാനരപ്പടയുടെ രാജാവാണ് ഹനുമാൻ. അപ്പൊ ഈ ഹനുമാൻ മുകളിൽ പോയി ഈ ലങ്കയിൽ പോയി. അപ്പൊ ഇവിടെ നിന്ന് ഈ കല്ല് ഈ അണകെട്ടായി എടുത്തോണ്ട് പോയത് ഈ കല്ലാണ്. ഇവിടെ കിടന്ന ഈ പാറ എടുത്തോണ്ട് പോയപ്പോ അവിടെ ദേവലോകത്തിൽ ഇരുന്നപ്പോ ഈ പാറയില് ഒരു മുദ്രാങ്കണം കണ്ട് ഇങ്ങനെ ശിവലിംഗം പിഴുതെടുത്തതായിട്ട്. അപ്പൊ ശിവന്റെ വാമഭാഗത്ത് കൂടിയുള്ള വിഷ്ണു ഭഗവാനാണല്ലോ. വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഇത് ഈ കല്ല് എവിടെ നിന്നാണോ ഈ പാറ എടുത്തത് അതിനെ കൊണ്ട് തിരിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊണ്ടിട്ട പാറ
തിരിച്ചിട്ട പാറയായിരുന്നു. പിന്നെ വേറൊരു ഐതിഹ്യം ഉണ്ടല്ലോ, മരുത്തോമല നോക്കി തെരഞ്ഞു പോണ സമയത്ത് ആദ്യം മരുത്തോമലയ്ക്ക് പറയും ഇതാണ് ഈ നമ്മുടെ ഈ ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. തിരിച്ചിട്ട നാട്ടിലുള്ള ആൾക്കാർ വിശ്വസിച്ച് പോരുന്ന ഒരു ചരിത്രം ഈ ഞാൻ ആദ്യം പറഞ്ഞ അമ്മമ്മ തൂക്കാൻ പോയ കഥ പറഞ്ഞില്ല, അത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അത് തിരിച്ചിട്ടെന്ന് പറയുമ്പോൾ ഹനുമാൻ എടുത്ത് ഈ പാറ തിരിച്ചിട്ടെന്നാണ് പറയുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇങ്ങനെ ഇതെടുത്തോണ്ട് പോയതായിട്ടും. മറ്റത് അത് ഒരു മരുന്ന് ഉണ്ടല്ലോ, മൃഗസഞ്ജീവനി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൊണ്ട് കൊടുത്തെങ്കില് അവര് ആയുസ് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് കണ്ടപ്പോ ഈ മരുന്നിന്റെ പേര് ഹനുമാൻ മറന്നുപോയി. ഈ മരുന്നിന്റെ പേര് അറിഞ്ഞുകൂടാ.